സംസ്ഥാനത്ത് ഇപ്പോൾ പാൽവില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമില്ലെന്ന് മിൽമയുടെ 3 മേഖലാ യൂണിയനുകളും ഈ സാമ്പത്തിക വർഷം മികച്ച ലാഭമുണ്ടാക്കിയതായി ചെയർമാൻ പി.ടി. ഗോപാലകുറുപ്പ് വ്യക്തമാക്കി. ഇതിന്റെ പരമാവധി നേട്ടം ക്ഷീര കർഷകർക്കും ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭ്യമാക്കുമെന്നും അദ്ദേഹം വയനാട്ടിൽ പറഞ്ഞു. മിൽമ ഫെഡറേഷനും 3 മേഖലാ യൂണിയനുകളും മികച്ച ലാഭമുണ്ടാക്കിയ സാമ്പത്തിക വർഷമാണ് കടന്നുപോകുന്നത്. 3 മേഖലയിലും ക്ഷീര കർഷകർക്ക് പ്രത്യേക ഇൻസെന്റീവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലുൽപാദനത്തിൽ ശരാശരി 8% വർധനവാണ് ഈ വർഷമുണ്ടായത്. സംസ്ഥാനത്തെ ശരാശരി 9,70,000 ലിറ്റർ പാലാണ് പ്രതിദിനം സംഭരിക്കുന്നത്. ഇപ്പോഴത്തെ നിലയ്ക്ക് 2 വർഷത്തിനുള്ളിൽ കേരളം ക്ഷീരോത്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് മിൽമ ചെയർമാൻ പി.ടി. ഗോപാലകുറുപ്പ് പറഞ്ഞു. മിൽമ പാലിന്റെ വില കൂട്ടാനുള്ള ഒരു സാഹചര്യവും ഇപ്പോഴില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിപണി വിലയുടെ കാര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വർധനവിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫെഡറേഷൻ്റെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിക്കൂടായിക്കൊന്നുമില്ല. ഇപ്പോൾ പാലിൻ്റെ ലഭ്യതയും ഇപ്പോഴത്തെ സാഹചര്യവും കണക്കിലെടുത്ത് അങ്ങനെ ഒരു ചിന്തയിലേക്ക് മാറിയിട്ടില്ല എന്നാണ്. മിൽമയുടെ മലബാർ മേഖലാ യൂണിയൻ മാത്രം ഈ സാമ്പത്തിക വർഷം 32 കോടി രൂപയുടെ ലാഭമാണ് ഉണ്ടാക്കിയത്. ഇതിൽ 22 കോടിയും കർഷകർക്കും ക്ഷീരസംഘങ്ങൾക്കും നൽകും. ക്ഷീരകർഷകർക്ക് ജനുവരി മുതൽ മാർച്ച് 31 വരെ സംഭരിച്ച ഓരോ ലിറ്റർ പാലിനും 2 രൂപ വെച്ച് ഇൻസെന്റീവ് നൽകും. 6 ജില്ലകളിലെ 1 ലക്ഷത്തിലധികം ക്ഷീരകർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. റിപ്പോർട്ടർ, വയനാട്.